ഹലോ ഫ്രണ്ട്സ്, നമ്മൾ എല്ലാ ദിവസവും നമ്മൾ വീഡിയോസ് ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും ചോദിക്കാറുള്ളത് നിങ്ങൾ സന്തോഷമായിട്ടിരിക്കുന്നു എന്നാണ്. ഇന്നത് ചോദിക്കാൻ എനിക്ക് വളരെ ബുദ്ധിമുട്ടുണ്ട്. കാരണം ഇന്ന് നമ്മൾക്കറിയാം ഒരുപാട് വയനാട്ടിലെ പ്രശ്നങ്ങൾ ഇതൊക്കെ നമുക്കറിയാം. എല്ലാവരും മനസ്സ് ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആണ്. നമ്മുടെ ആൾക്കാർക്ക് ഒന്നും സംഭവിച്ചില്ലെങ്കിൽ, നമ്മുടെ റിലേറ്റീവ്സിനോ ഫ്രണ്ട്സിനോ ഒന്നും സംഭവിച്ചില്ലെങ്കിലും അവരൊക്കെ നമ്മുടെ സഹോദരങ്ങളായി, അവരൊക്കെ നമ്മളുടെ മക്കൾ പോലെയായി, അല്ലെങ്കിൽ നമ്മുടെ ഒരു അച്ഛനും അമ്മയായി, അതേപോലെ നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു അനുഭവമാണ് അല്ലെ. ഇതാണ് മനുഷ്യൻ എന്ന് പറയുന്നത്. ജാതിയും മതവും ഒക്കെ അവിടെ മാറിപ്പോകും. നമ്മൾ മനുഷ്യരായിട്ടാണ് പിന്നെ നമ്മൾ മനുഷ്യനെ, അത് ഇങ്ങനത്തെ ദുരിതങ്ങൾ വരുമ്പോഴാണ് കേട്ടോ ഒരുപാട് വിസിബിൾ ആയിട്ട് ജാതിയും മതമൊക്കെ മറന്ന് മനുഷ്യരെ തിരിച്ചറിയാൻ ശ്രമിക്കുന്നത് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പൊ എനിക്ക് പറയാനുള്ളത്, ഈ സമയവും കടന്നു പോകും, നമുക്ക് കടന്നു പോയേ തീരും, അതിജീവിച്ചേ തീരും. അത്രേ എനിക്ക് പറയാനുള്ളൂ ഈ നിമിഷത്തില്. എല്ലാവരും മരിച്ച ആൾക്കാർക്കും അവരുടെ കുടുംബങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കണം. ഓക്കെ, അപ്പൊ ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് കുടവയറിനെ കുറിച്ചാണ് കേട്ടോ. അപ്പൊ കുടവയർ എന്നോട് ഒരുപാട് പേര്, ഡോക്ടർ എനിക്ക് എന്റെ ബോഡി മുഴുവൻ വളരെ മെലിഞ്ഞും അത്യാവശ്യം ഫിറ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്, പക്ഷെ എന്നെ ബാധിക്കുന്ന പ്രശ്നം എന്ന് പറയുന്നത് കുടവയറാണെന്ന് പറയാറുണ്ട് കേട്ടോ. അപ്പം അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. നമുക്ക് ഫാറ്റ് ഫുള്ളായിട്ട് തടി കുറയ്ക്കാനുള്ള വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് ആർക്കെങ്കിലും കാണണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മുടെ ആ ഒരു ലിങ്ക് കൊടുത്തേക്കാം. അപ്പൊ നിങ്ങൾക്ക് ഫുള്ളായിട്ട് തടി കുറയ്ക്കേണ്ടവര് ആ വീഡിയോ പോയി കാണണം. മറിച്ച് അവർക്ക് ബെല്ലി ഫാറ്റ് മാത്രം, അല്ലെങ്കിൽ ഒരു കുടവയറ് മാത്രം കുറച്ചാൽ മതി എന്ന് തോന്നുന്നവര് ഈ വീഡിയോ മുഴുവനായിട്ട് കാണാം. ഞാൻ ഇതിലെ ഒറ്റമൂലികൾ പറയുന്നുണ്ട്. എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് തന്നെ കാണാം, സ്കിപ്പ് അടിക്കാതെ കാണാം കേട്ടോ. അപ്പൊ ആദ്യം തന്നെ നമുക്ക് കുടവയറിന്റെ കാരണങ്ങളിലേക്ക് കടക്കാം. അപ്പൊ നമുക്കറിയാം, വളരെ ഫിറ്റ് ആയ ആൾക്കാരിൽ കുടവയർ കാണുന്നു ഞാൻ പറഞ്ഞല്ലോ നേരത്തെ. അപ്പൊ അതെന്തുകൊണ്ടാണ് അതിന്റെ കാരണങ്ങൾ? പലവർക്കും ഫാറ്റി ലിവർ സംബന്ധമായ പ്രശ്നങ്ങൾ ഒക്കെ ഉള്ളവരുണ്ടായിരിക്കും. അപ്പൊ അങ്ങനെയുള്ളവർക്ക് ചിലപ്പോൾ ഗ്രേഡ് 1, ഗ്രേഡ് 2 അങ്ങനെ പല ഗ്രേഡുകളായിട്ട് അത് തിരിക്കുന്നുണ്ട്. അപ്പൊ അതില് വളരെ ബിഗിനർ ആയിട്ടുള്ള ഒരു ഫാറ്റി ലിവർ ഉള്ള ആൾക്ക് വരെ അവർക്ക് നല്ല രീതിയിൽ നല്ല രീതിയിൽ, അതാണ് അതിന്റെ ഒരു ലക്ഷണം എന്ന് പറയുന്നത്. നല്ല വയറായിരിക്കും അവർക്ക്, ബാക്കിയെല്ലാം ഫിറ്റ് ആയിരിക്കും, പക്ഷെ ആ വയറ് മാത്രം നല്ല രീതിയിൽ ഫാറ്റ് അക്യുമുലേറ്റഡ് ആയിരിക്കും. അപ്പൊ അതൊരു കാരണമാണ്. പിന്നെ നമുക്ക് സ്ത്രീകളിൽ കാണുന്ന ഹോർമോണൽ പ്രശ്നങ്ങൾ, അതായത് പുരുഷന്മാരും സ്ത്രീകളിലും കാണുന്ന ഹോർമോൺ, അല്ലെങ്കിൽ സ്ത്രീകളിൽ കാണുന്നതിന്റെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പി സി ഒ ഡി ഇഷ്യൂസ് ഒക്കെ വരുന്ന ആൾക്കാർക്ക് ഇതേപോലെ ഫാറ്റ് അക്യുമുലേറ്റ് ചെയ്ത് ബെല്ലി ഫാറ്റ് നല്ല രീതിയിൽ കൂടിയിരിക്കുന്നത് കണ്ടുവരാറുണ്ട് കേട്ടോ. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ജസ്റ്റ് നമ്മൾ ആ ഒരു ഒറ്റമൂലി മാത്രം പ്രയോഗിച്ചത് കൊണ്ട് കാര്യമില്ല. അവർ അതിന് പി.സി.ഒ.ഡിക്ക് സെപ്പറേറ്റ് ഒരു ട്രീറ്റ്മെന്റും കൂടി എടുത്താലാണ് അത് കാലാകാലമായിട്ട് മാറുള്ളൂ. അതേപോലെ തന്നെയാണ് ഫാറ്റി ലിവർ ഉള്ളവരും അതിന് കറക്റ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് എടുക്കണം. അപ്പം വയറ് കുറയ്ക്കുക എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് ഫാറ്റി ലിവർ ഉള്ളവർക്കും അതേപോലെ പി.സി.ഒ.ഡി ഇഷ്യൂസ് ഉള്ളവർക്കും. അപ്പൊ നമ്മൾ അതിന് വേണ്ടിയിട്ട് പറയാൻ പോകുന്ന കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് കേൾക്കുക. അപ്പൊ നമുക്കറിയാം, നമ്മുടെ ഈ സാഹചര്യങ്ങൾ, ഇപ്പോഴത്തെ ലൈഫ് സ്റ്റൈല്, ഭക്ഷണ രീതികൾ, ഇതൊക്കെ നമ്മുടെ ശരീരത്തിലെ ഒരുപാട് പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യാറുണ്ട്. നമ്മൾ എല്ലാ വീഡിയോസിലും പറയാറുണ്ട്. അതേപോലെ തന്നെയാണ് ഇതിലും നമുക്കൊരു കാരണമായിട്ട് നമുക്ക് പറയാവുന്നത്, ഒരിക്കലും എപ്പോഴും വിശ്രമിച്ചിരിക്കുന്ന ആൾക്കാർ അറിയാലോ. അതായത് എന്ന് വെച്ചാൽ പണിയെടുക്കുന്നുണ്ട്, ചിലപ്പോൾ ഒരു ബ്രെയിൻ ഉപയോഗിച്ചിട്ടായിരിക്കും അവരുടെ ജോലികൾ ചെയ്യുന്നത്. മറിച്ച് അവർക്ക് ഒരു ഫിസിക്കൽ എക്സസൈസ് വേണ്ടി വരാത്ത ജോലികൾ ചെയ്യുന്നവരാണ് ഇപ്പൊ നമ്മുടെ ഇടയിൽ പലവരും. മനസ്സിലായി? എല്ലാവരും അങ്ങനെ തന്നെയാണ്. ഒരു മുക്കാൽ ഭാഗം ആൾക്കാരും അവരുടെ ബ്രെയിൻ ഉപയോഗിച്ചിട്ടാണ്, അല്ലെങ്കിൽ അവര് എക്സസൈസ് ഇല്ലാതെയാണ് അവര് ഏണിങ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെ സമയത്ത് വ്യായാമക്കുറവ് ഒക്കെ ഇതിനൊരു കാരണമായിട്ട്, ഈ ബെല്ലി ഫാറ്റിന് കാരണമായിട്ട് തീരാറുണ്ട്. പിന്നെ വരുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ അമിതമായിട്ടുള്ള ഉറക്കമാണ് കേട്ടോ. അപ്പൊ ഈ പകൽ ഉറങ്ങുക എന്നുള്ളത് ഏറ്റവും പൊട്ട കാര്യങ്ങളാണ്. ഞാൻ എല്ലാ എപ്പിസോഡിലും ഞാൻ പറയുന്ന കാര്യമാണ്, അമിതമായിട്ട് ഉറങ്ങാതിരിക്കുക. അതായത് രാത്രി നല്ല രീതിയിൽ ഉറങ്ങാം, ഒരു 6-7 മണിക്കൂർ നല്ല രീതിയിൽ ഉറങ്ങാം. മറിച്ച് നമ്മളൊരു ഉച്ചയ്ക്കോ, അല്ലെങ്കിൽ എല്ലാവർക്കും ഒരു ശീലമുള്ളതാണ്, നമ്മൾ ഉച്ചയ്ക്ക് ഒരു ഭക്ഷണം കഴിച്ചാൽ ഒന്ന് ഉറങ്ങുക എന്നുള്ളത്. അത് വളരെ തെറ്റായ ഒരു ശീലമാണ്. അത് ചെയ്യാതിരിക്കുക. കാരണം അത് നമുക്ക് ഗുണത്തിലേറെ ദോഷമാണ് സൃഷ്ടിക്കുക. അപ്പൊ അത് നമ്മൾ ചെയ്യാതിരിക്കുമ്പോൾ ക്ഷീണം ഉണ്ടെങ്കിൽ നമ്മൾ വേറെ എന്തെങ്കിലും നമ്മുടെ റിലേറ്റഡ് ആയിട്ടുള്ള എന്റർടൈൻമെന്റ് എന്തെങ്കിലും നമ്മൾ ചെയ്ത് ഉറക്കത്തിനെ അങ്ങ് കംപ്ലീറ്റ്ലി ഉപേക്ഷിക്കാൻ ശ്രമിക്കുക കേട്ടോ. അപ്പൊ ഉറങ്ങാതിരിക്കുക, അതാണ് എനിക്ക് പറയാനുള്ളത്. പകൽ ഉറങ്ങാതിരിക്കുക. പകലുറക്കം വളരെ ഇതേപോലെ കുടവയറൊക്കെ സൃഷ്ടിക്കാൻ കാരണമായിരിക്കും. പിന്നെ എപ്പോഴും നടക്കാൻ ശ്രമിക്കുക. ഇപ്പൊ നമുക്ക് നടന്നിട്ട്, അല്ലെങ്കിൽ ഒരു എക്സസൈസ് ഉള്ള ജോലി അല്ല എന്നുള്ളെങ്കിലും നമ്മൾ എപ്പോഴെങ്കിലും എന്ത് ചെയ്യുകയാണെങ്കിലും നടന്നുകൊണ്ട് ചെയ്യാൻ പ്രാക്ടീസ് ചെയ്യുക. അതായത് ഇപ്പൊ ഫോൺ വിളിക്കുകയാണെങ്കിൽ നടന്നുകൊണ്ട് ചെയ്യുക, അല്ലെങ്കിൽ എന്ത് കാര്യങ്ങളും നമ്മൾ വീട്ടിലായാലും നടക്കുക എന്ന് പറയില്ലേ, നടക്കുന്നത് വളരെ നല്ലൊരു എക്സസൈസ് ആണ്. പുറത്ത് നടക്കാൻ പറ്റാത്തവരാണെങ്കിൽ വീട്ടിൽ വെറുതെ നടക്കാൻ നോക്കുക. കാരണം അത് നമ്മുടെ ശരീരത്തിലെ ഫാറ്റ് കുറയ്ക്കും, പ്രത്യേകിച്ച് വയറ് കുറയാനൊക്കെ ഏറ്റവും നല്ല എക്സസൈസ് ആണ് ബ്രിസ്ക് വാക്കിംഗ് എന്ന് പറയുന്ന നടത്തം എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അത് എല്ലാവരും പ്രാക്ടീസ് ചെയ്യുക. നടക്കുക, നല്ല രീതിയിൽ നടക്കുക. ഓടാൻ പറ്റാത്തവർ നടക്കുന്നത് വളരെ നല്ല വയറിനൊക്കെ കിട്ടുന്ന എക്സസൈസിൽ ഒരു പ്രധാനപ്പെട്ടത് വാക്കിങ്ങിന് വലിയ ഇമ്പോർട്ടന്റ് ഉണ്ട്. പിന്നെ അതേപോലെ വജ്രാസനം എന്നൊക്കെയുള്ള ചില യോഗ വ്യായാമങ്ങൾ ഉണ്ട്. അതൊക്കെ നമ്മുടെ ശരീരത്തിലെ ഈ ഫാറ്റ്, പ്രത്യേകിച്ചുള്ള വയറിലത്തെ ഫാറ്റ് കുറയാനായിട്ട് നല്ലതാണ്. അതേപോലെ സൂര്യ നമസ്കാരം ഞാൻ ഓൾറെഡി എന്റെ ചില വീഡിയോസിലൊക്കെ പറയുന്നുണ്ട്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതൊക്കെ നമ്മുടെ ശരീരത്തിന് ഡെയിലി നമ്മൾ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ അത് വളരെ നല്ലതാണ്. വയറ് കുറയാനൊക്കെ ഏറ്റവും നല്ലതാണ് കേട്ടോ.
അപ്പൊ ഇനി നമുക്ക് വരുന്ന ടെൻഷൻ, അതിനൊരു വലിയൊരു പങ്ക് നമ്മുടെ ശരീരത്തിൽ വരുന്നുണ്ട് കേട്ടോ. ടെൻഷൻ, ആൻസൈറ്റി, സ്ട്രെസ് ഇതൊക്കെ കൂടുതലാകുന്ന സമയത്ത് നമ്മുടെ ഉറക്കത്തിന് അത് ബാധിക്കാറുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ വയറ് കൂടാനൊക്കെ അത് കാരണമായിട്ട് മാറും. അപ്പോൾ സ്ട്രെസ്, ടെൻഷൻ, ഈ മനസ്സിന് വിഷമം വരുന്ന കാര്യങ്ങൾ അതൊന്നും ചിന്തിക്കാതിരിക്കുക. കഴിഞ്ഞത് കഴിഞ്ഞു, ഇനി അതിനെക്കുറിച്ച് ആലോചിച്ച് വിഷമിക്കാതിരിക്കുക കേട്ടോ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഒരു തടി കൂടുതലുള്ള ആൾക്ക് പറഞ്ഞു കൊടുക്കാനുള്ളത്. പിന്നെ ഭക്ഷണ രീതി, അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഫാറ്റ്, ജങ്ക് ഫുഡ്, ഫാസ്റ്റ് ഫുഡ്, ജങ്ക് ഫുഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഒഴിവാക്കുക. നോൺ വെജിറ്റേറിയൻ ഫുഡ് പരമാവധി ഒഴിവാക്കുക. പിന്നെ നിങ്ങൾക്ക് അത്രയ്ക്കും കഴിക്കാൻ പറ്റാത്ത കണ്ടീഷനിൽ ഒരു കറി വെച്ച് മാത്രം കഴിക്കുക. വറുത്ത് പൊരിച്ച് ബേക്കറി ഐറ്റംസ് ഒക്കെ മുഴുവനായിട്ട് ഒഴിവാക്കുക. മധുര പലഹാരങ്ങൾ ഒഴിവാക്കുക. ചോറ് പരമാവധി കുറയ്ക്കുക. ഓക്കെ, അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് കുറയ്ക്കാം. അതുപോലെ ഗ്രീൻ ലീഫി വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്. ഗ്രീൻ ലീഫി എന്ന് പറയുമ്പോൾ എന്താണ്? ചീര, മുരിങ്ങയില ഇതൊക്കെ നമ്മുടെ ഡയറ്റിന്റെ ഭാഗമാക്കാം. അതേപോലെ കുക്കുംബർ, അങ്ങനത്തെ വെള്ളം അധികമായിട്ട് വരുന്ന പച്ചക്കറികൾ ഉണ്ടല്ലോ, വെള്ളരിക്ക, അതേപോലത്തെ കാര്യങ്ങളൊക്കെ നമ്മുടെ കറികളിൽ യൂസ് ചെയ്യുക. അതേപോലെ തന്നെ വെജിറ്റബിൾസ്, ക്യാരറ്റ്, ബീറ്റ്റൂട്ട്, അങ്ങനത്തെ പലതരം ഉണ്ടല്ലോ, അതൊക്കെ നമ്മൾ യൂസ് ചെയ്യുക. നമ്മുടെ കറികളുടെ മത്തങ്ങ ഇതൊക്കെ നമുക്ക് വളരെ വിപുലമായിട്ട് കിട്ടുന്ന കാര്യങ്ങളാണ്. ഇതൊക്കെ നമ്മൾ കറികളിൽ യൂസ് ചെയ്യുക. വെജിറ്റബിൾസ് ഒരു ഭാഗമാക്കാം, നമ്മുടെ ഒരു ഭക്ഷണത്തിന്റെ ഭാഗമാക്കാം. അതേപോലെ സാലഡ് ആയിട്ട് ഉപയോഗിക്കാം. പിന്നെ വെള്ളം നല്ല രീതിയിൽ കുടിക്കുക. ഒരു 3 ലിറ്റർ വെള്ളമെങ്കിലും നമ്മൾ ഡെയിലി കുടിക്കാൻ ശ്രമിക്കുക. പിന്നെ അതേപോലെ നമ്മളുടെ ഡയറ്റ് അത് തന്നെ ഇതൊക്കെ ഒഴിവാക്കുക. ബേക്കറി സാധനങ്ങളൊക്കെ ഒഴിവാക്കുക. മധുര പലഹാരങ്ങൾ ഒഴിവാക്കുക. ചോറ് വളരെ കുറച്ച് കഴിക്കുക. ഇതൊക്കെ ഞാൻ പറഞ്ഞു. ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് നല്ല രീതിയിൽ വയറ് കുറയാനായിട്ട് പറ്റും. ഇനി ഞാൻ പറയാൻ പോകുന്നത് ഒറ്റമൂലികളാണ് കേട്ടോ. അപ്പൊ എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കുക. ഒറ്റമൂലികൾ നമ്മൾ പറയാൻ പോവാണ്. അപ്പോൾ ഒറ്റമൂലികൾ ഞാൻ 2 ഒറ്റമൂലികളാണ് പറയാൻ പോകുന്നത്. ഇതിൽ ഏതാണ് നിങ്ങൾക്ക് എളുപ്പം അത് നിങ്ങൾക്ക് ചെയ്യാം. രണ്ടും നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള ഒറ്റമൂലികളാണ്. അപ്പോൾ രണ്ടും നിങ്ങൾക്ക് ചെയ്തു നോക്കണമെങ്കിൽ, അതായത് മാറ്റി മാറ്റി ചെയ്യണമെങ്കിൽ ചെയ്യാം. രണ്ടും എല്ലാവർക്കും പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന ഒറ്റമൂലികളാണ്. അതിൽ ചിലവർക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവർ ഈ ഒറ്റമൂലി മാറ്റി മറ്റത് പ്രാക്ടീസ് ചെയ്യാം കേട്ടോ. അപ്പൊ ഇനി നമുക്ക് ആദ്യത്തെ ഒറ്റമൂലിയിലേക്ക് കിടക്കാം. അതിൽ നമുക്ക് വേണ്ടത് 1 ടീസ്പൂൺ അയമോദകമാണ്. നമുക്കറിയാം അയമോദകം വളരെ ഡൈജഷന് സഹായിക്കുന്ന ഒരു സംഭവമാണ് അയമോദകം. നമ്മൾ രസത്തിലൊക്കെ നമ്മൾ ഒരുപാട് അയമോദകം ചേർക്കാറുണ്ട് അല്ലെ. അത് 1 ടീസ്പൂൺ. പിന്നെ 1.5 ടീസ്പൂൺ വന്നിട്ട് മല്ലിയില്, അതായത് നമ്മൾ പൊടിയല്ല, മല്ലിപ്പൊടി ഇല്ലേ, അതല്ല, മല്ലി ഫുള്ളായിട്ട് നമുക്ക് കിട്ടുന്ന മല്ലി ഉണ്ടല്ലോ, മല്ലിയുടെ ആ ഒരു മല്ലി മാത്രമായിട്ട് വരില്ലേ, ഒരു ഫുൾ മല്ലി, അങ്ങനത്തെ ഒരു 1.5 ടീസ്പൂൺ മല്ലി നമുക്ക് വേണം. പിന്നെ വേണ്ടത് 1/2 ടീസ്പൂൺ വന്നിട്ട് പെരിഞ്ജീരകമാണ് കേട്ടോ. അപ്പൊ അത്, പിന്നെ വേണ്ടത് കുറച്ച് ചുക്ക്, ഒരുപാട് വേണ്ട, ഒരു 1, 2, 3 വലിയ അത്യാവശ്യം വലുപ്പമുള്ള കട്ടകളായ കുറച്ച് ചുക്കിന്റെ കട്ടകളായ അത് മതി. അത് എന്നിട്ട് എന്ത് ചെയ്യണം, ആദ്യം ഈ ചുക്കും അതേപോലെ മല്ലിയും കൂടിയിട്ട് നമ്മൾ നന്നായിട്ട് ഒന്ന് ജസ്റ്റ് ചെറിയൊരു അത്യാവശ്യം മണം ഒന്ന് പോയി കിട്ടാൻ വേണ്ടി ഒന്ന് ചെറിയ ചൂടാക്കി കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഈ അയമോദകവും അതേപോലെ തന്നെ പെരിഞ്ജീരകവും ആഡ് ചെയ്യാം. ആദ്യം അയമോദകവും പെരിഞ്ജീരകവും ഇട്ട് ചൂടാക്കരുത്. കാരണം എന്താണ്, ആദ്യം അത് ചേർത്ത് കഴിഞ്ഞാൽ അത് കരിഞ്ഞു പോകും. അപ്പൊ ആദ്യം ചുക്കും അതേപോലെ തന്നെ മല്ലിയും കൂടി ചൂടാക്കുക. അതിന്റെ മുകളിൽ കൂടെ നമുക്ക് കുറച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇത് ബാക്കിയുള്ള 2 ചേർക്കാം. അങ്ങനെ അത് അത്യാവശ്യം ചൂടായിട്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് ചതയ്ക്കാം. ഒരുപാട് ഗ്രൈൻഡ് ചെയ്തെടുക്കണ്ട, അതിന്റെ പ്രോപ്പർട്ടീസ് മാറും. അപ്പൊ ജസ്റ്റ് ഒന്ന് ചതച്ചിട്ട് ഇത് നമ്മൾ ഒരു 1.5 ഗ്ലാസ് വെള്ളത്തിൽ ഇട്ട് ചൂടാക്കുക. അതായത് ബോയിൽ ചെയ്തിട്ട് നമ്മളത് വറ്റിച്ച് 1 ഗ്ലാസ് ആക്കി മാറ്റുക. 1/2 ഗ്ലാസ് കുറഞ്ഞ് 1 ഗ്ലാസ് ആക്കി മാറ്റുക. ഇതൊരു കഷായം പോലെ. അങ്ങനെ ആ വെള്ളം, അപ്പൊ അത് തന്നെ കുടിക്കേണ്ടവർക്ക് അങ്ങനെ കുടിക്കാം. ചില ആൾക്കാർക്ക് അത് കുടിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിൽ ലേശം തേൻ, അത് ചെറുതേനാണെങ്കിൽ ഏറ്റവും നല്ലത്, ഇത് ചേർത്ത് നമുക്ക് കുടിക്കാം അത് ആറി കഴിയുമ്പോൾ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെറുനാരങ്ങയുടെ നീര്, അത് അസിഡിറ്റി ഉള്ളവർ അത് ഒഴിവാക്കണം, ചെറുനാരങ്ങയുടെ നീര്. അല്ലാത്തവർക്ക് അതൊരു 1/4 ടീസ്പൂൺ ചെറുനാരങ്ങയുടെ നീര് അതിൽ ഒഴിക്കുക, അല്ലെങ്കിൽ 1/2 ടീസ്പൂൺ ഒഴിച്ച് കുടിക്കാം. അതിന് പ്രശ്നം വരാറില്ല കേട്ടോ. അപ്പൊ ഇതാണ് ഒരു ഒറ്റമൂലി വരുന്നത്. പിന്നെ വരുന്ന 2ാമത്തെ ഒറ്റമൂലി വന്നിട്ട് ഇത് നിങ്ങൾക്ക് 1 ഗ്ലാസ് ആണ് കിട്ടുന്നത്. അപ്പൊ നിങ്ങൾക്ക് 1/2 ഗ്ലാസ് വീതം കാലത്തും 1/2 ഗ്ലാസ് വീതം വൈകുന്നേരം അങ്ങനെയായിട്ട് കുടിക്കാം കേട്ടോ ഈ ഒറ്റമൂലിയില്. അപ്പൊ അത് നിങ്ങളുടെ ഇഷ്ടമാണ്. അല്ല 1 ഗ്ലാസ് ഫുള്ളായിട്ട് കുടിക്കണം പറ്റുന്നവര് അവര് രാവിലെ തന്നെ വെറും വയറ്റിൽ ഇത് കുടിക്കാം കേട്ടോ. അപ്പൊ വെറും വയറ്റിൽ കുടിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, അസിഡിറ്റി ഉള്ളവരാണെങ്കിൽ ചെറുനാരങ്ങ നീര് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ, ചേർക്കരുത് കേട്ടോ. അല്ലാത്തവർക്ക് ചെറുനാരങ്ങ നീര് യൂസ് ചെയ്യാം. ഇത് വെറും വയറ്റിൽ തന്നെ കുടിക്കാൻ ഇഷ്ടമുള്ള പറ്റുന്നവർക്കാണെങ്കിൽ അത് കുടിക്കാം. അല്ല ചിലവർക്ക് വയറ് അങ്ങനെ പിടിക്കാത്തവരുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ ഫുഡ് കഴിച്ചതിന് ശേഷം വേണമെങ്കിൽ അത് കുടിക്കാം കേട്ടോ. ഇനി 2ാമത്തെ ഒരു ഇതാണ് ഞാൻ പറയാവുന്നത്, ഒറ്റമൂലി. അതിന് നമുക്ക് വേണ്ടത് 1 കുടം വെളുത്തുള്ളിയാണ്. 1 കുടം എന്ന് പറയുമ്പോൾ നമുക്ക് 1 വെളുത്തുള്ളി ഫുള്ളായിട്ട് കിട്ടിയാലും മതി കേട്ടോ. പിന്നെ 1 തണ്ട് കറിവേപ്പില, മനസ്സിലായോ? പിന്നെ 1 തണ്ട് മുരിങ്ങയില, പിന്നെ 2 ടീസ്പൂൺ ഉലുവ. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇവിടെ വേണ്ടത്. അപ്പൊ അത് വേറെ ഒന്നുമില്ല, നമ്മളിത് വെളുത്തുള്ളിയൊക്കെ ചിക്കി അതിൻ്റെ ഉള്ളിലത്തെ വെളുത്തുള്ളി മാത്രം എടുത്ത് അത് 2 ഗ്ലാസ് വെള്ളത്തിൽ നമ്മൾ എല്ലാം, കറിവേപ്പില, മുരിങ്ങയില, അതേപോലെ ഉലുവ,
ഒരു ഉലുവ നമ്മൾ 2 ടീസ്പൂൺ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ വെളുത്തുള്ളി ഇതെല്ലാം കൂടിയിട്ട് നമ്മൾ ഒരു 2 ഗ്ലാസ് വെള്ളത്തിൽ ചൂടാക്കി കഷായാക്കി വറ്റിച്ച് അത് ഒരു ഗ്ലാസ് ആക്കി മാറ്റാം. സെയിം ആയിട്ട് തന്നെ നമ്മൾ രാവിലെയും വൈകുന്നേരം നമുക്ക് അര ഗ്ലാസ് വീതം കുടിക്കാം. അല്ലാത്തവരാണെങ്കിൽ ഒരു ഗ്ലാസ് മൊത്തം കുടിക്കാൻ പറ്റുന്നവരാണെങ്കിൽ രാവിലെ തന്നെ കുടിക്കാൻ നോക്കുക. ഇതും വളരെ നല്ലതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതേപോലത്തെ ഈ മുരിങ്ങയില, കറിവേപ്പില, അതേപോലെ വെളുത്തുള്ളി ഇതൊക്കെ ഫുഡിൽ നല്ലോണം ഉൾപ്പെടുത്താനും ശ്രമിക്കുക കേട്ടോ. അതൊക്കെ നല്ലതാണ്. അതേപോലെ ഉലുവ. ഓക്കെ, ഇത് ഫുഡിൽ നല്ല രീതിയിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ അങ്ങനെ ആയാലും നമുക്ക് നല്ല രീതിയിൽ മാറ്റം കിട്ടാറുണ്ട് കേട്ടോ. അപ്പം ഇത് രണ്ടുമാണ് നമ്മൾ സാധാരണയായിട്ട് വയറ് കുറയ്ക്കാനായിട്ട് നമ്മൾ ചെയ്യാറുള്ളത്. അപ്പൊ ആർക്കെങ്കിലുമൊക്കെ വയറ് കുറയ്ക്കണമെന്ന് ആഗ്രഹമുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ 2 മെത്തേഡുകൾ നിങ്ങൾക്ക് ചെയ്യാം. ഇത് വളരെ ഉത്തമമായിട്ടുള്ള 2 വയറ് പെട്ടെന്ന് തന്നെ നമുക്ക് കുറയാൻ സഹായിക്കുന്ന ഒറ്റമൂലികളാണ്. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്യാം. നല്ല രീതിയിൽ വയറുള്ളവർക്ക് കാലതാമസം എടുക്കും. അല്ലാതെ ചെറിയ രീതിയിലൊക്കെയുള്ള വയറാണെങ്കിൽ നമുക്ക് ഈ ഒറ്റമൂലികൾ കൊണ്ട് തന്നെ പെട്ടെന്ന് കുറയാറുണ്ട്. പിന്നെ നല്ല മാറ്റമില്ലാത്തവർ അല്ലെങ്കിൽ ഞങ്ങൾക്കൊരു ട്രീറ്റ്മെന്റ് എടുക്കണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും നമ്മളുടെ ക്ലിനിക് നമ്പറിൽ ഒന്ന് മെസ്സേജ് ചെയ്യുക വാട്സാപ്പിൽ. നമുക്ക് ട്രീറ്റ്മെന്റ് തന്നെ എടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന്, അതായത് ഇത് ഒറ്റമൂലികൾ ചിലപ്പോൾ കാലതാമസം എടുത്തേക്കാം, പക്ഷെ ട്രീറ്റ്മെന്റ്സിന് അങ്ങനെ കാലതാമസം എടുക്കാറില്ല, പെട്ടെന്ന് തന്നെ മാറും കേട്ടോ. അപ്പൊ അങ്ങനെ ആഗ്രഹമുള്ളവർ നമ്മളെ കോൺടാക്ട് ചെയ്യുക വാട്സാപ്പില്. അപ്പൊ അത്രയേ ഉള്ളൂ. അപ്പൊ എല്ലാവർക്കും സ്റ്റേ ഹാപ്പി ആൻഡ് സ്റ്റേ ഹെൽത്തി. ഓക്കെ, ബൈ.